ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ബ്രൂവറിയുടെ ഫുൾ വീഡിയോ ആണ്. ഈ കാണുന്നതാണ് ബ്രൂവറി. ഏകദേശം 380 ഏക്കറിനകത്താണ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നത്, ബിയറിന് എന്തൊക്കെ സീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും വീറ്റും ബാർലിയുമാണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ബിയർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലൈറ്റ് മധുരമുള്ള ചെറിയ ടൈപ്പും അല്ലാതെ നല്ല ചവർപ്പുള്ള നല്ല കയ്പുള്ള ബിയറും ഉണ്ട്. ഇത് 2 രീതിയാണ്. ഇത് വീറ്റ് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. വീറ്റ് നല്ലവണ്ണം റോസ്റ്റ് ചെയ്ത് നല്ല ഡാർക്ക് കളറാവുന്നതാണ് നല്ല ഡാർക്കായിട്ടുള്ളത്. ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കളറും കിട്ടും. ശരിക്കും റേഷൻ കടയിലൊക്കെ പോയൊരു മണമാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിന് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കുകളും വീഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ബാരലുകളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ ബിയർ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിയറുകൾ ഇവിടെ ഇങ്ങനെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. ടിസ്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതൊരു പോളിഷ് ബ്രാൻഡാണ്. ഒരുപാട് ആൽക്കഹോളിക് അല്ല, അബൌട്ട് 4% അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തിൽ ആൽക്കഹോൾ. പിന്നീട് കാണിച്ചത് ഇതിൻ്റെ മെഷീൻസാണ്. അതായത് ഓരോ സാധനവും എങ്ങോട്ടാണ് പോകുന്നതെന്നും അവിടെ നിന്നിട്ട് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പം ഇവിടെ ആണെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ചൂടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. അതിനുശേഷം അത് അടുത്ത സ്ഥലത്തേക്ക് പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ അകത്ത് കയറാനായിട്ട് ഏകദേശം 100 രൂപ അടുപ്പിച്ച്, 100 രൂപയല്ല 100 പോളണ്ട് സ്ലോട്ടി ആയിട്ടുണ്ടായിരുന്നു ഇതിനകത്തിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നമുക്ക് അവർ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഗൈഡ് പുള്ളിക്കാരി ഒരു പോളിഷുകാരിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മളുടെ ഫ്രണ്ട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. മെഷീൻസിനെ പറ്റിയൊക്കെ അവർ അതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തും കാണിക്കും. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ അതിന് ഉപയോഗിക്കുന്ന മെഷീൻസാണ്. ഹൈ ടെമ്പറേച്ചറിൽ ഇത് ആദ്യമേ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇത് ഫുൾ കുറച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തിലെ അത്രയും വീറ്റിൻ്റെ മധുരം ഫുൾ ഇറങ്ങും. അതായത് നമ്മൾ ഒരു ഗ്ലാസ് ചായയിൽ ഏകദേശം 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കലക്കിയാൽ എത്ര മധുരം ഉണ്ടാവും അത്രയും മധുരമായിരിക്കും ഇതിന്. അതിന് ശേഷം ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ മധുരമൊക്കെ പോയിട്ട് അത് ആൽക്കഹോളായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ 163 വലിയ ടാനുകളുണ്ട്. അത് എത്രയോ ടണ്ണാണ്, എനിക്ക് തോന്നുന്നു 80 എന്തോ ആണെന്ന് തോന്നുന്നു. അത്രയോ ടൺ കണക്കിന് ബിയർ ഇവിടെ കൊള്ളും. പിന്നെ ഈ കാണുന്ന പൈപ്പ് ലൈൻസ് ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അതിൽ കൂടി എല്ലാം ബിയറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒഫീഷ്യൽ ക്വാളിറ്റി ചെക്കറിൻ്റെ വീടല്ല, അവരുടെ സ്പേസാണ്, ഓഫീസ് സ്പേസ്. അതായത് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പുള്ളി ടെസ്റ്റ് ചെയ്യണം ഈ ബിയർ, ഇത് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയാണോ എന്നുള്ളത്. എന്താല്ലേ നല്ല ജോലി. പിന്നെ അവിടെ തന്നെ നമുക്ക് അവർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാനും തരും ബിയർ. ഇപ്പം നോൺ ആൽക്കഹോളിക്കും ഉണ്ട് ആൽക്കഹോളിക്കും ഉണ്ട്, രണ്ടും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ നോൺ ആൽക്കഹോളിക്കാണ് ചൂസ് ചെയ്തത്, കാരണം ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതുകൊണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു വൈബൊക്കെ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഉള്ളൊരു വൈബായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.